കാസർഗോഡ് വില്ലേജിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒരു ചിക്കൻ ദം ബിരിയാണി വെച്ചാലോ? അതിനായി 3 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. മീഡിയം പീസിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ചിക്കൻ മസാല, വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി, ആവശ്യത്തിന് ഉപ്പ്. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. 4 കിലോ മലബാറിൻ്റെ ബിരിയാണി റൈസാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് നല്ലപോലെ കഴുകിയെടുക്കാം. അങ്ങനെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കുതിർത്ത് വെക്കാം. ബർണർ കത്തിച്ചിട്ടുണ്ട്. ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സബോളയൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സബോള ഗോൾഡൻ കളറായിട്ട് കോരി വെക്കാം. കാഷ്യൂ നട്ട്സ്, മുന്തിരി റെഡി ആയിട്ടുണ്ട്. ഇനി ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. ചിക്കൻ പകുതി വേവായിട്ടുണ്ട്. കോരി മാറ്റാം. അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കാം. പച്ചയ്ക്ക് ദം ബിരിയാണി വെക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റാണ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് വെക്കുമ്പോൾ. മസാലയ്ക്ക് വേണ്ട പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ പൊരിച്ച ഓയിലിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് സാജീരകം, കുറച്ച് പട്ട, പെരിഞ്ചീരകം, സബോള, 2 കിലോ സബോള കട്ട് ചെയ്താണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. സബോള നല്ലപോലെ വാടണം. 1 കിലോ തക്കാളി കട്ട് ചെയ്ത്, രണ്ട് പൂണ്ട് വെളുത്തുള്ളി ചതച്ചത്, ഒരു 200 ഗ്രാം ഇഞ്ചി ചതച്ചതാണ്, 1/4 കിലോ പച്ചമുളക് ചതച്ചത്, ഒരു 100 ഗ്രാം പുതിന, 100 ഗ്രാം മല്ലിയില, കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ച സബോള, മഞ്ഞൾപ്പൊടി ഒരു 2 ടീസ്പൂൺ, മസാലയ്ക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. 1/2 ലിറ്റർ തൈര്, രണ്ട് ടീസ്പൂൺ ഗരം മസാല, ഇതിലേക്ക് പകുതി ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ മസാല റെഡി ആയിട്ടുണ്ട്. മറ്റൊരു അടുപ്പിലേക്ക് മാറ്റി വയ്ക്കാം. റൈസ് ആവുന്നവരെ ഈ അടുപ്പിൽ ഇരിക്കട്ടെ. റൈസിന് വേണ്ട പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 600 ഗ്രാം ഡാൽഡ ഇട്ട്, കുറച്ച് മസാല ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കിലോന് 1.5 എന്ന കണക്കിലാണ് വെള്ളം. വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. വെള്ളം തെളിച്ചിട്ടുണ്ട്. കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, 2 ലൈമിൻ്റെ നീര്, റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അടച്ചു വെച്ച് ദമ്മിടാം.
അടിയിലും കനലുണ്ട്, മുകളിലും കനലുണ്ട്. പെട്ടെന്ന് ദമ്മാവും. ദമ്മിട്ടിട്ട് അരമണിക്കൂറായി. പൊട്ടിച്ചു നോക്കാം. റൈസ് എല്ലാം നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 6 kg ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ച സാധനങ്ങൾ. പ്ലേറ്റിലേക്ക് എടുക്കാം. അങ്ങനെ ചിക്കൻ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. വീഡിയോ കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.